നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോവാക്സിനും കോവിഷീൽഡും രണ്ട് വാക്സിനുകളും ഇന്ത്യയിലെ പ്രവാസി യാത്രക്കാർക്ക് പണി തരുന്നു. ഗത്യന്തരമില്ലാതെ ജിദ്ദ KMCC കേരള ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു, കോവാക്സിന് അന്തർദേശീയ അംഗീകാരം ലഭിക്കാൻ നിങ്ങൾ എന്തു ചെയ്തു? ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായി അറിയിക്കാൻ കേരള ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് S. മണികുമാർ, ജസ്റ്റിസ് ഷാജി ചാലി എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ്. വിദേശത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിർബന്ധമാണ്. എന്നാൽ കോവിഡ് വാക്സിനായ കോവാക്സിന് അന്തർദേശീയ അംഗീകാരമില്ല. ഇത് ഇന്ത്യയിലെ പ്രവാസി യാത്രക്കാരെ കുരുക്കുന്നത് ചില്ലറയൊന്നുമല്ല. ജിദ്ദ KMCCക്ക് വേണ്ടി ഹൈക്കോടതിയിൽ വാദിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനാണ്. വളരെ വിശദമായി തന്നെ തങ്ങളുടെ ഹർജിയിൽ അവർ സങ്കടം കൃത്യമായി പറയുന്നു. കോവിഡ് വാക്സിൻ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് നിവേദനം നൽകിയിട്ടും അതിന്മേൽ നടപടിയൊന്നും ആയിട്ടില്ല. കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ സർട്ടിഫിക്കറ്റിൽ വാക്സിൻ്റെ ശരിയായതും പൂർണ്ണമായതുമായ പേര് രേഖപ്പെടുത്തുന്നതിനും നിർദ്ദേശം നൽകണമെന്ന് ഇവർ ഹൈക്കോടതിയോട് പറഞ്ഞിരിക്കുന്നു. വാക്സിൻ സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ട് നമ്പർ രേഖപ്പെടുത്തണം. പ്രവാസികൾക്ക് രണ്ടാം ഘട്ട വാക്സിൻ വേഗത്തിൽ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണമെന്ന് കോടതി കഴിഞ്ഞ ജൂൺ 2 കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. നടപ്പാക്കിയ കാര്യങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളും സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഒരു വശത്ത് ഹൈക്കോടതി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുവെങ്കിലും പ്രവാസി യാത്രക്കാർക്ക് ദുരിതം മാത്രം ബാക്കി. കോവാക്സിന് പിന്നാലെ ഇപ്പോൾ കോവിഷീൽഡിനും പ്രശ്നം തുടങ്ങിയതോടെയാണ് യാത്രക്കാർ കൂടുതൽ ദുരിതത്തിലായത്. യൂറോപ്പിൻ്റെ പുതിയ വാക്സിൻ പാസ്പോർട്ട് പദ്ധതിയിൽ അംഗീകൃത വാക്സിനുകളുടെ പട്ടികയിൽ അസ്ട്രാസെനിക ഉണ്ടെങ്കിലും ഇന്ത്യയുടെ കോവിഷീൽഡ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇതോടെ കോവിഷീൽഡ് എടുത്തവർക്കും വിദേശയാത്ര ബുദ്ധിമുട്ടിലായി. അസ്ട്രാസെനിക ലൈസൻസ് ഉപയോഗിച്ച് ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയ കോവിഷീൽഡ് ഇന്ത്യക്ക് പുറത്ത് വാക്സിവീരിയ എന്നാണ് അറിയപ്പെടുന്നത്. യൂറോപ്യൻ മെഡിക്കൽ ഏജൻസിയുടെ അംഗീകാരത്തിന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അപേക്ഷിക്കാതിരുന്നതുകൊണ്ടാണ് കോവിഷീൽഡ് വാക്സിൻ പട്ടികയിൽ ഉൾപ്പെടാതിരുന്നത്. നിലവിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ കോവിഷീൽഡ് എടുത്തവർക്ക് അസ്ട്രാസെനിക എന്ന് രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. എന്നാൽ ബ്രിട്ടനിൽ നിന്ന് അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഈ അസ്ട്രാസെനിക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ പോലും ചില പ്രശ്നങ്ങൾ നേരിടുന്നു. അംഗീകൃത വാക്സിൻ സ്വീകരിച്ചവരെ യൂറോപ്പിനകത്തേക്കും പുറത്തേക്കും യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന ഒരു സംവിധാനമാണ് വാക്സിൻ പാസ്പോർട്ട് പദ്ധതി. കോവാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരമില്ലാത്തതുകൊണ്ട് കോവാക്സിൻ എടുത്തവർ വീണ്ടും വിദേശ രാജ്യങ്ങളിലെ പുതിയ വാക്സിനുകൾ എടുക്കേണ്ട ഗതികേടിലായിരുന്നു. വാക്സിൻ പാസ്പോർട്ട് പദ്ധതി നിലവിൽ വന്നതിന് ശേഷം വിദേശയാത്ര ചെയ്യണമെങ്കിൽ കോവാക്സിനോടൊപ്പം കോവിഷീൽഡും എടുക്കേണ്ട സ്ഥിതിയിലായി വിദേശ യാത്രക്കാർ. എന്നാൽ ഇപ്പോൾ അതും പാളിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന കോവിഷീൽഡ് വാക്സിനും ബ്രിട്ടനിലെ അസ്ട്രാസെനിക്കയും ഒന്നാണെന്ന് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര അംഗീകാരം ഇന്ത്യക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് കോവിഷീൽഡ് സ്വീകരിച്ചവർക്ക് സൗദി അറേബ്യ തങ്ങളുടെ ക്വാറന്റൈൻ പദ്ധതിയിൽ ഇളവ് നൽകുന്നുണ്ട്. കോവാക്സിന് ഗൾഫ് രാജ്യങ്ങൾ പക്ഷേ ഇതുവരെ അനുമതി നൽകിയിട്ടുമില്ല. നേരത്തെ സൗദി അറേബ്യ അംഗീകരിച്ച 4 വാക്സിനുകളിൽ അസ്ട്രാസെനിക ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്ന് കോവിഷീൽഡ് എടുത്തു വരുന്നവർക്ക് ക്വാറന്റൈനിൽ പോകേണ്ട ഗതികേടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവരുടെ സർട്ടിഫിക്കറ്റിൽ അസ്ട്രാസെനിക എന്ന് രേഖപ്പെടുത്താത്തതായിരുന്നു അതിനുള്ള കാരണം. എന്നാൽ ഇപ്പോൾ അസ്ട്രാസെനിക എന്ന് കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ ഈ പ്രതിസന്ധി കൊണ്ടാണ് കേരളമടക്കമുള്ള ചില സംസ്ഥാനങ്ങൾ തങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ അസ്ട്രാസെനിക എന്നുകൂടി രേഖപ്പെടുത്തുന്നതിന് ഇടപെട്ടത്. തുടർന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി അധികൃതർ സൗദി ആരോഗ്യ മന്ത്രാലയവുമായി നടത്തിയ ചർച്ചകളിലാണ് ഈ കോവിഷീൽഡിന് അംഗീകാരം ലഭിച്ചത്. ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ വിമാനത്താവളങ്ങൾക്കും കൈമാറി. ഇത്തരം ചില പ്രശ്നങ്ങൾ പരിഹരിച്ചതിനു ശേഷവും യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന പാസ്പോർട്ട് പദ്ധതിയിലും ഇന്ത്യ തിരിച്ചടി നേരിടുന്നു. ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിൻ എന്ന നിലയിൽ നമ്മൾ കോവിഷീൽഡിന് പ്രചാരം കൊടുത്ത് ഇവിടെ അവതരിപ്പിച്ചതാണ് ഇന്ത്യക്ക് വിനയായിരിക്കുന്നത്. അസ്ട്രാസെനിക എന്ന പേരിൽ തന്നെ ഇന്ത്യയിലും ഈ വാക്സിൻ വിതരണം ചെയ്തിരുന്നെങ്കിൽ ഇത്തരം തടസ്സങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല.
അസ്ട്രാസെനിക്ക വിഷയത്തിൽ അമേരിക്കയും ബ്രിട്ടനുമായുള്ള പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ കോവിഷീൽഡും അസ്ട്രാസെനിക്കയും ഒന്നുതന്നെയെന്ന് രാജ്യാന്തര സമൂഹം അംഗീകരിച്ചേ തീരൂ. ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് വിദേശത്തേക്ക് പോകുന്നവർക്ക് നൽകുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ബാച്ച് നമ്പരും തീയതിയും കൂടി ചേർക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരത്തെ പറഞ്ഞിരുന്നു. ചില വിദേശ രാജ്യങ്ങൾ വാക്സിൻ എടുത്ത തീയതിയും വാക്സിൻ്റെ ബാച്ച് നമ്പറും ആവശ്യപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ട്. വാക്സിൻ എടുത്ത് വിദേശത്തേക്ക് പോകുന്നവർക്ക് ഉടൻ തന്നെ അതിനുവേണ്ട സർട്ടിഫിക്കറ്റ് ക്രമീകരണങ്ങൾ നടത്തുവാനും കേരള സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓക്സ്ഫഡിൻ്റെ അസ്ട്രാസെനിക്ക വാക്സിൻ്റെ കോവിഷീൽഡ് എന്ന ഇന്ത്യൻ പേര് മൂലം യൂറോപ്യൻ യാത്രയ്ക്കുള്ള ഡിജിറ്റൽ കോവിഡ് സർട്ടിഫിക്കറ്റ് അസാധുവായേക്കും എന്ന പ്രശ്നത്തിന് ഉടൻ തന്നെ പരിഹാരം കാണുമെന്ന് വാക്സിൻ ഉൽപ്പാദകരായ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നു. ഇക്കാര്യം തങ്ങൾ ഉന്നത തലങ്ങളിൽ അറിയിച്ചിട്ടുണ്ട്. CEO അദാർ പൂനവാല തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ജൂലൈ 1 മുതലാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഡിജിറ്റൽ കോവിഡ് സർട്ടിഫിക്കറ്റ് ഏർപ്പെടുത്തുന്നത്. യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസി അംഗീകരിച്ച 4 വാക്സിനുകളിൽ ഒന്നായ ഓക്സ്ഫഡ് അസ്ട്രാസെനിക്ക വാക്സിൻ കോവിഷീൽഡ് എന്നല്ല വിദേശ രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന വാക്സവേരിയ എന്ന പേരിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഥാസമയം സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് രാജ്യാന്തര അംഗീകാരത്തിനുള്ള ആപ്ലിക്കേഷൻ നൽകാത്തത് തന്നെയാണ് ഇത്തരത്തിലൊരു വിന ഇന്ത്യക്ക് വന്നു ചേർന്നത്. കൂടുതൽ കുരുക്കിലേക്ക് ഇന്ത്യയുടെ വിദേശയാത്രികർ കടക്കരുതേ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ജൂലൈ 1 മുതൽ ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാകും. അതിനു മുൻപ് എല്ലാ സങ്കീർണതകളും പരിഹരിച്ചേ തീരൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.